കാര്യങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനം ആസ്വദിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ഭക്ഷണമാണ്. അല്ല, നമ്മളിന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്. യേശു കർത്താവ് ഒരു പരീക്ഷ നേരിട്ടത്. ആദം ദൈവത്തിൻ്റെ മകനെന്ന് പറയുമ്പോൾ തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് ഒരു പരീക്ഷയുണ്ടായി. ടെസ്റ്റും ടെംപ്റ്റേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെംപ്റ്റേഷൻ എന്താണെന്ന്. ഹല്ലേലൂയ. ടെസ്റ്റ് പാസ്സായാൽ പ്രൊമോഷൻ കിട്ടും. ടെംപ്റ്റേഷന് അതിനെക്കുറിച്ച് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. ടെസ്റ്റ് എന്തുവാ, ടെംപ്റ്റേഷൻ എന്തുവാ എന്നുള്ള കാര്യം. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നമ്മളവിടെ കണ്ടൊരു കാര്യമുണ്ട്. നമ്മൾ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ച ആ വേദഭാഗത്തേക്ക്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ, ആ വാക്യം ഒന്ന് വായിച്ച്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അതിനോട് ചേർന്ന് നമ്മളൊരു കാര്യം സംസാരിച്ചതുകൊണ്ട് എന്താണ് പത്രോസിന് സംഭവിച്ചത് എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിച്ചായിരുന്നു. എന്താണ് പത്രോസിന് സംഭവിച്ചത്, പത്രോസിന് എന്താണ് പ്രീസ്ലോ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിരുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ കണ്ടൊരു കാര്യം, യേശു കർത്താവിനോട് വന്നൊരു സ്വർഗം പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് തുടർന്ന് വരുമ്പോൾ കർത്താവ് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി. കാരണം ഞാൻ പിന്തുടരുന്നത് ആ കാൽപാദങ്ങളിലാണ്. ആ കാൽപാദം ഏതെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ തിരയുന്ന എല്ലാ കാൽപ്പാടുകളിലും ഒരു ക്രൂശിൻ്റെ ഒരു ആണിപ്പഴുതുള്ള പാടില്ല. കേൾക്കണമേ, ഈ ലോകത്തിൽ ഒരുപാട് കാൽപാദങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ഗുരുക്കന്മാർ, ഒരുപാട് അപ്പോസ്തോലന്മാർ, അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ മാത്രമേ ആണിപ്പഴുതുള്ള പാടുള്ളൂ. അപ്പോൾ ആണിപ്പഴുതുള്ള പാദത്തെ ഞാൻ സൂക്ഷിച്ച് ചവിട്ടിയാൽ, സൂക്ഷിച്ച് നോക്കി യാത്ര ചെയ്താൽ എനിക്ക് ആ കർത്താവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരാം. ആ ഭവനത്തിൽ ഇന്ന് നമ്മൾ പാട്ട് പാടിയപ്പോൾ ഞാൻ മമ കാന്തനെ ഒന്ന് കാണുവാൻ, എത്ര പേരത് ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അതായത് ഇന്ന് കർത്താവ് വന്നില്ല, നമുക്ക് പ്രതീക്ഷയുണ്ട്, ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ അക്കൗണ്ടിലുള്ള പണമെല്ലാം എങ്ങോട്ട് പോകും? നമ്മളാ പണിതിട്ട വീട് ആർക്കായിത്തീരും? ഒരു ചോദ്യമാണ്. ഞാൻ എല്ലാ സ്റ്റേജിലും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ആർക്കാണ് സ്വർഗത്തിൽ പോകേണ്ടത്? എല്ലാവരും കൈ ഉയർത്തും. ആർക്കാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്? ഒരാൾ പോലും കൈ ഉയർത്തത്തില്ല. നമ്മൾ കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ വിനയത്തോട് ചോദിക്കും, കർത്താവ് വന്നിട്ട്, കർത്താവ് വാ, നല്ല കാര്യം, കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, കർത്താവ് എനിക്ക് വേണ്ടതല്ല, ഓക്കെ, നല്ല കാര്യം. നിനക്ക് 1 വർഷം തന്നു, 1 താലന്ത് തന്ന് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ 10 താലന്ത് തന്നു, 10 വർഷം നിനക്ക് ജീവിക്കാൻ അനുവാദം തന്നു. നിനക്ക് 20 താലന്ത്, 20 വർഷം ജീവിക്കാനുള്ള അനുവാദം തന്നു. 30 വർഷം ജീവിക്കാനുള്ള അനുവാദം തന്നു. എന്നോട് അന്ന് ചോദിക്കും, നിനക്ക് 57 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുവാദം തന്നു. എന്തിനു വേണ്ടി? നിനക്ക് വേണ്ടി. മക്കളെ, ഫലമുള്ള വൃക്ഷവും ഫലമില്ലാത്ത വൃക്ഷവും, കർത്താവ് തിരയുന്ന ഫലം അന്വേഷിക്കുമ്പോൾ ഫലമില്ലാത്ത വൃക്ഷം വളരെ തളിർത്ത് പുഷ്ടിയുള്ളതായിട്ടാണ് ഭൂമിയിൽ നിൽക്കുന്നത്. ഫലം തിരയാനാണ് കർത്താവ് വരുന്നത്. എന്നാൽ ഫലം ഉള്ള വൃക്ഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് പുഷ്ടി കാണത്തില്ല. അതിൻ്റെ പുഷ്ടിയെല്ലാം ഫലമായി മാറുകയാണ് ചെയ്തത്. കർത്താവ് വരുന്നത് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. നീ പ്രകാശിച്ചോ? നീ ഭൂമിയിൽ ഉപ്പായി നിന്ന് രുചി പകർന്നോ? നീ എത്ര ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്നല്ല ചോദിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മൾ ഈ പുതിയ യുഗത്തിൽ എനിക്കതില്ലായിരുന്നു, എനിക്കതിപ്പോൾ ഉണ്ടായി. എനിക്ക് വീടില്ലായിരുന്നു, എനിക്ക് വീടുണ്ടായി. കാറുണ്ടായില്ലായിരുന്നു, കാറുണ്ടായി.
നമ്മൾ ചിന്തിച്ച് കേരളത്തിന് സ്വന്തമായിട്ടൊരു അമ്മ ദൈവമുണ്ട്. ആരാ നിങ്ങൾക്കറിയാം? ഒരമ്മ ദൈവം, അമ്മയെന്ന് പറഞ്ഞാൽ അറിയാം. ഒരമ്മ ദൈവമുണ്ട്, എല്ലാവർക്കും അറിയാം. ദൈവവും കൂടാണ് അമ്മ. അമ്മ ദൈവത്തിനൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാം ഇല്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകൾ പോലും ചെക്ക് ചെയ്യുന്നില്ല. അമ്മ ദൈവത്തിന് ഇതെല്ലാം കൊടുത്തത് ആരാ? ഹോസ്പിറ്റലുകളുണ്ട്, ഇവിടെ തന്നെ റീഡിംഗ് റൂമുണ്ട്, ഒരുപാട് റിസർച്ചിങ് സെൻ്ററുകളുണ്ട് പുള്ളിക്കാരുടെ പേരിൽ. അത് ആ അമ്മയുടെ അടുക്കൽ ചെന്ന് എത്രയോ നമ്മുടെ തിരുമേനിമാരോട് പറയുന്നു, അമ്മയില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. ഇതെല്ലാം കൊടുത്തത് ആരാ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ചായ വിറ്റ് നടന്നവനായിരുന്നെന്നാണ് പറയുന്നത്. ഇതെല്ലാം കൊടുത്തത് ആരാ? ബാബ രാംദേവ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഭിക്ഷാടകനായിരുന്നു. സ്വന്തമായിട്ട് ഐലൻഡ് അദ്ദേഹത്തിനുണ്ട്. ആരാ കൊടുത്തത്? നമ്മളിങ്ങനെ കണ്ണിങ്ങനെ അടയ്ക്കുന്ന ഒരു സെക്കൻഡ് എടുക്കും. ഇനി ഒരൊറ്റ സെക്കൻഡിൽ യൂസഫ് അലി സാറിൻ്റെ അക്കൗണ്ടിൽ വീഴുന്നത് എത്ര കോടിയായിരിക്കും? അങ്ങോട്ട് 80-ലധികം വലിയ മോളുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അത് കൂടാതെ അനവധി ഫാക്ടറികൾ. അപ്പോൾ അതായത് നമ്മളിങ്ങനെ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ഇത് കൊടുത്തതാരാ? അപ്പോൾ ദൈവവും ഞാനുമായിട്ട് അടുത്തിരിക്കുന്നു ഉള്ളതിന് തെളിവെന്തോ? ദൈവം നമുക്ക് തന്ന സമ്പത്താണോ? ചിന്തിച്ചേക്ക്. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഈ പരീക്ഷയിലേക്ക് നോക്കുമ്പോൾ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് കൽപ്പിക്കുക, ഇത് അപ്പമായി തീരും. അപ്പോൾ എന്തുകൊണ്ട് കർത്താവ് കൽപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം, ഞാനും നാളെ എനിക്ക് വിശക്കുമ്പോൾ പിശാചിനോട് ആലോചന വാങ്ങിച്ച് കല്ലുകൾ അപ്പമാക്കാൻ ശ്രമിക്കരുത്. കർത്താവ് പിശാചിൻ്റെ ആലോചന കേട്ട് ഈ കല്ലപ്പമാക്കി മാറ്റിയാൽ നാളെ ഞാനും കർത്താവിൻ്റെ പാദം പിന്തുടരുന്ന നിങ്ങളും പറയും, ചില സമയത്തൊക്കെ സാത്താൻ്റെ ആലോചന കൂടെ നമ്മൾ കേൾക്കണമെന്ന് പറയും. എന്നാൽ കർത്താവിൽ നിന്നും പഠിച്ചൊരു കാര്യമുണ്ട്. 40 രാവും പകലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിച്ചവൻ പറയുകയാണ്, മനുഷ്യൻ ഇനിയും ജീവിക്കും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്. ആ ജീവൻ അകത്തെ മനുഷ്യനിലെ ജീവനാണ്. ഈ കല്ലപ്പമായി ഭക്ഷിക്കുന്ന ജീവൻ എൻ്റെ പുറത്തെ മനുഷ്യനുള്ളതാണ്. ആ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുള്ള ജീവൻ എൻ്റെ അകത്തെ മനുഷ്യനിലാണ് ശക്തി. അപ്പോൾ ഉള്ളിൽ നിന്നാണ് ശക്തി വരുന്നത്. പുറത്തു നിന്ന് ശക്തി കൂടുന്തോറും അകത്തെ മനുഷ്യൻ അവിടെ അമർത്തപ്പെടുകയും ഞെരുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനെ വളർത്തുവാൻ ശ്രമിക്കുന്നതൊന്നും ഒരു പക്ഷേ ദൈവത്തിൽ നിന്നായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, 22 വർഷക്കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഒരു സമൃദ്ധിയുടെ സുവിശേഷകനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഒരാളോട് ചോദിച്ചാൽ അത് നിങ്ങളുടെ മേലുള്ള വിളിയാണ്. അപ്പോൾ നിങ്ങളുടെ മേലുള്ള വിളി എന്തുവാ? ഈ സുരക്ഷിതമായ മേഖലയിൽ ഉള്ള വിളിയാണോ? ദൈവമക്കളെ, നമ്മുടെ വിരോധി വളരെ തന്ത്രശാലിയാണ്. ഞാൻ പറഞ്ഞു, ആ പാദങ്ങളെ പിന്തുടർന്ന് നമുക്ക് വേണ്ടതൊക്കെ തരും. എന്ന് ദേവദാസ് സൈഡിഷിൻ്റെ ആ ഒരു നമ്മൾ ഒരു പ്രധാന, ഞാൻ രാവിലെ പറഞ്ഞൊരു ദോശ ഓർഡർ ചെയ്യുമ്പോൾ അതിനോട് ചേർന്നുള്ളതായ ഭക്ഷിക്കാനുള്ള, അതിനോട് ചേർന്നുള്ളതായ ചട്നി കൂടി, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള അതുകൂടെ നമുക്ക് കിട്ടും. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ രക്ഷയുടെ ആ പാക്കേജിൽ സമാധാനം കൂടെ ഉള്ളതാണ്, രക്ഷയുടെ സന്തോഷം കൂടെ ഉള്ളതാണ്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സാമ്പത്തികമായ നന്മ. പക്ഷെ നമ്മൾ അതിൻ്റെ പ്രചാരകരോ അതിൻ്റെ പ്രസംഗകരോ അതിലേക്ക് നോക്കി ആനന്ദിക്കുന്നവരോ അല്ല. അതുകൊണ്ട് നമ്മുടെ പ്രസംഗ വിഷയം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മൾ സമൃദ്ധിക്ക് വിരോധമല്ല. കർത്താവ് തരുന്ന എല്ലാത്തിനും നന്ദിയുള്ളവരാണ്. ഞാൻ രാവിലെ പറഞ്ഞ് ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യം, ഒരു ബൈക്ക് വിറ്റ് കിട്ടിയ 22,000 രൂപയും 2 കുഞ്ഞുങ്ങളുമായി 2004 ജൂലൈ മാസം ഞങ്ങൾ
നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു. 8 മാസം കൊണ്ട് ആ പണം മുഴുവൻ തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ സന്ധ്യാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഒരാൾ വന്ന് വാതിക്കൽ മുട്ടി. കതവ് തുറന്നു. ഒരു സഹോദരൻ, ഒരു ഹിന്ദിക്കാരൻ എൻ്റെ കയ്യിൽ 500 രൂപ തരുന്നു. ആ രൂപ കിട്ടിയത് വളരെ സന്തോഷമായി, വളരെ സന്തോഷം. പിറ്റേ ദിവസം ഒരു ചെറിയ പ്ലാസ്റ്റിക് ചാക്കിൽ കുറേ പാത്രങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഹാത്രസിലേക്ക് പോവുകയാണ്. അവിടെ ചർച്ചിലെ ഒരു സഹോദരി ഒരു ഗ്യാസ് സിലിണ്ടറും കൂടെ തന്നു. എങ്ങനെ ജീവിക്കും? അവിടെ ചെന്ന് താമസിക്കുമ്പോൾ ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. അവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഞങ്ങളുടെ വീട്ടിലെത്തുന്നു. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ ചേർന്ന് പഠിക്കുവാൻ. ഫാദർ, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഒരു വർഷം 600 രൂപ വെച്ച് കുട്ടികൾക്ക് തന്നാൽ മതി. മക്കളെ, നമ്മൾ രാവിലെ ചിന്തിച്ച് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് മരുഭൂപ്രയാണത്തിന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കൾ ഒരിക്കലും യാത്ര ചെയ്യത്തില്ല. ആ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടായിരുന്നെ അവർ കണ്ടേനെ മരുഭൂമി, അവർ കണ്ടേനെയും അതിനപ്പുറത്തുള്ളതായ ചെങ്കടലും കണ്ടേനെ. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് ഇനി എന്തായിത്തീരും നാളെ? എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരിക്കലും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നൊരു വ്യക്തി, ഹല്ലേലൂയ, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അവിടെ ഒരു പുൽ മേഞ്ഞുകൊണ്ട് ഒരു പശു നിൽക്കുകയായിരുന്നു. എന്നെ കാണിച്ചിരുന്നു. അതുകൊണ്ട് അതിനെ കണ്ടു. അത് വിളിച്ച്, നിന്നെക്കാട്ട് ബുദ്ധി അതിനുണ്ടെന്ന് പറയാനാണെന്ന്. സ്തോത്രം. ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്, ജോലി ഉപേക്ഷിച്ചത്, വീട്ടിൽ നിന്ന് കിട്ടാമായിരുന്ന സമ്പത്തുകൾ വേണ്ട എന്ന് വെച്ചത് ആ പശുവിനേക്കാൾ ബുദ്ധി കുറവായതുകൊണ്ടാണ്. ഇതത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി, അതൊരു ചാൻസാണ്. ഒരു ചാൻസ്, ഒറ്റ ചാൻസേ ഉള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് കേൾക്കാൻ. അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അതിനെ അവോയ്ഡ് ചെയ്യുകയല്ല. ഒരു ചാൻസ്. 25-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഓടി 57-ാമത്തെ വയസ്സിൽ വന്ന് നിൽക്കുമ്പോൾ, ഇനി കുറച്ചുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെത്താം. തിരിച്ചോടി ആ 25-ാമത്തെ വയസ്സിൽ ആ യൗവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. വേണ്ട, സ്വന്തം വീട്ടിലെത്താൻ ഇനി കുറച്ചുകൂടെ പോയാൽ മതിയല്ലോ. യൗവനക്കാരെയും ഇത് കേൾക്കുന്നവരാ മറ്റാരെങ്കിലും അവരോട് എൻ്റെ അപേക്ഷ ഇതാണ്, ഹല്ലേലൂയ, നമ്മൾ ഈ നല്ല അവസരം കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഒരു ചാൻസാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ കാണുന്നൊരു കാര്യം, ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ ചിന്തിച്ചു വരുന്നത്. അതിനുശേഷം നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ജോ പരം പ്രധാൻ കി ഛായ വിസ്ഥാൻ, അതായത് ഇംഗ്ലീഷിൽ അത്യുന്നതൻ്റെ, അത്യുന്നതൻ എന്ന് പറയുന്നതിന് എലിയോൻ, എൽ ഷദായി, എലോഹി, ഇതിൻ്റെ മറവിൽ വസിച്ചവൻ ആരാണ്? ഇതിൻ്റെ മറവിൽ വസിച്ചവൻ ആരാണെന്ന് ഈ പരീക്ഷാ സമയത്ത് പിശാച് പറയുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടുക, അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. 1-ാമത്തെ പരീക്ഷ ഇതാണ്. നീ കുറച്ചു മുമ്പ് കേട്ടൊരു കാര്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് കൽപ്പിക്കുക. അതിനെ കർത്താവ് ജയിച്ചു. അപ്പോൾ പിശാച് ഒരു നല്ല വിശ്വാസിയായിരുന്നു, വചനം അറിയാവുന്ന വിശ്വാസിയായിരുന്നു, കർത്താവിൻ്റെ മുഴുവൻ ശക്തിയും നന്നായി മനസ്സിലാക്കിയൊരു വിശ്വാസിയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഉണർവിൻ്റെ ഏറ്റവും അത്യുന്നത രീതിയിൽ നിൽക്കുന്ന നമ്മളുടെ സമൂഹവും നല്ല വിശ്വാസികളാണ്. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഒരു 95%. ശരിയാകാൻ തെറ്റുമാകാം. നല്ല സൂപ്പർ വിശ്വാസികളാണ്.
എന്നാൽ നല്ല ചെറിയൊരു വിഭാഗം ദൈവ മക്കൾ അതിൻ്റെ അകത്തുണ്ട്. ആ ദൈവമക്കൾ ഞാനായതിനാൽ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഞാനെന്ന് പറഞ്ഞാൽ അങ്ങേ ആകേണ്ടത്, അല്ലെങ്കിൽ സഹോദരി അങ്ങായതുകൊണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ രണ്ടാമത് ചിന്തിച്ചൊരു കാര്യം, നിക്കോദിമോസിനോട് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ. എന്നിട്ട് പറയാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്നും സന്നഹിദ്രി സംഘത്തിൻ്റെ പരീശന്മാരുടെ പ്രമാണിയായ വിദ്യാസമ്പന്നനായ നിനക്ക് മനസ്സിലാകത്തില്ല. അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നിന്റെ ബുദ്ധിയിൽ നിനക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ആ കാറ്റൊന്ന് വീശിയിരുന്നു. നമ്മൾ അതിനുശേഷം ചിന്തിച്ചൊരു കാര്യം, പത്രോസിനെ ദൈവം കണ്ടത് ആ പടവിലിരിക്കുന്ന പത്രോസ്, എനിക്ക് ആ പടവൊന്ന് തരാമോ എന്ന് ചോദിച്ചപ്പോഴാണ് പത്രോസിനെ യേശു കണ്ടത്. അല്ല, തലേ ദിവസം രാത്രി മുഴുവനും ഒന്നും ലഭിക്കാതിരുന്നപ്പോഴായിരുന്നു പത്രോസിൻ്റെ മേൽ ഏറ്റവും അധികം യേശു കർത്താവിനെ കണ്ണുണ്ടായിരുന്നത്. ആ കാറ്റ് വീശിയതിൻ്റെ ഉണർവ് അന്നേരമായിരുന്നു അയച്ചത്. കാരണം യേശുവിൻ്റെ പിറ്റേ ദിവസം ഇരിക്കുവാൻ ആ പടവ് നല്ല ശുദ്ധിയുള്ളതായി ലഭിക്കണമെങ്കിൽ പത്രോസിൻ്റെ പടവിൽ ഒരു ശൂന്യത അത്യാവശ്യമായിരുന്നു. നമുക്കറിയാം, നഥന്യേലിനോട് പറയുന്നൊരു കാര്യം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും, നഥന്യേലിനോടല്ലേ പറഞ്ഞേ, നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഫിലിപ്പോസ് എപ്പോഴാണ് കണ്ടത്? യേശു കർത്താവിനെ അക്ഷരീകം കണ്ടുകൊണ്ട് എപ്പോഴാണ് ഇദ്ദേഹം കണ്ടത്? പക്ഷെ യേശു കർത്താവ് അദ്ദേഹത്തെ എപ്പോഴാണ് കണ്ടത്? എന്നതുപോലെ നാം അമ്മയുടെ ഉദരത്തിൽ ഉരുമാകും മുമ്പേ ആ കർത്താവ് നമ്മളെ കണ്ടു. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കണ്ടു. നമ്മൾ ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം, ഈ നിക്കോദിമോസിനോട് പറയുന്നതിന് മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ആർക്കായിരുന്നു ആവശ്യം? അല്ലേ? 3-ാം അധ്യായത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം, ശമരിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യം. 4-ാം അധ്യായത്തിൽ പ്രീസ്ലോ 5-ാം അധ്യായത്തിലാണല്ലോ ഇദ്ദേഹം ഉള്ളത് നിൽക്കുന്നത്. പോകേണ്ടി വന്നു, അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? അവിടെ ശമരിയ പട്ടണത്തിൽ ഒരു കാറ്റടിച്ച് ഒരു ശമരിയ സ്ത്രീയുണ്ട്. ഒരു പ്രാഗൽഭ്യമില്ല, ഒരു യോഗ്യതയുമില്ല, പാപത്തിൻ്റെ അഗാധത്തിൽ കിടക്കുന്ന 5 ഭർത്താവുള്ളവർ, 6-മതൊരു പുരുഷൻ്റെ കൂടെ താമസിക്കുന്നവർ, ശമരിയ എന്ന് പറയുന്ന സമൂഹത്തിലെ ഒരു വ്യക്തി. ശമരിയ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ കണ്ണിൽ അത് മിക്സഡ് ജാതിയാണ്. ശമരിയെന്ന് നാവിന്മേൽ പറയത്തില്ല. അതിനൊരു തെളിവ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശമരിയെന്ന് നാവിന്മേൽ പറയാത്ത ഒരു കാര്യമുണ്ട്. എവിടാണ്? നല്ല ശമരിയക്കാരൻ്റെ കഥയ്ക്കകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അവരിൽ ആരാകുന്നു അവന് ഉപകാരം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ശാസ്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഉപകാരം ചെയ്തവൻ എന്നാ പറഞ്ഞത്, അല്ല ശമര്യൻ എന്ന് പറഞ്ഞു, ശമരിയക്കാരൻ എന്ന് പറഞ്ഞില്ല. കാരണം അങ്ങനെ പോലും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പോലും നാവിൽ പോലും വാക്ക് പറയാൻ കഴിയാത്ത ഒരു ഗ്രാമത്തിലേക്ക്, അതും ആ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരി, അതും അവളുടെ മുഴുവൻ ഹിസ്റ്ററിയും അറിയാവുന്ന കർത്താവായ യേശു ക്രിസ്തു അതിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ആ കാറ്റ് ആ വീട്ടിൽ അടിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചില സ്പെഷ്യൽ കോളിംഗ് ആണ്. നമ്മളെ വിളിച്ച വിളി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായൊരു വിളിയല്ല. അത് പഴയ നിയമത്തിലാണ്. ജോസഫിന്റെ കാര്യം ചിന്തിച്ചു നോക്കിയേ. ജോസഫ് മാത്രം സ്വപ്നം കാണുക. ദാവീദിന്റെ ഭവനത്തിൽ ദാവീദിന്റെ അടുക്കിലേക്ക് മാത്രം പ്രവാചകനെ അടിക്കുക. അദ്ദേഹത്തെ എന്തോ അത്
അപ്പോൾ നമ്മൾ വിളിച്ചു എന്ന് പറയുമ്പോൾ, നമ്മുടെ കർത്താവ് വരുമെന്ന് പറയുമ്പോൾ ഇത്ര വലിയ വിളിയുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്ര വലിയ ശക്തിയും പവറും ഇത്ര വലിയ അധികാരവും ദൈവിക ദൃഷ്ടിയിലും പദ്ധതിയുടെയും ഭാഗമായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടെങ്ങനെ അല്ലേ? ചെല്ലുന്നുണ്ടെന്ന് ആ പദ്ധതി നിന്നെ ഏൽപ്പിച്ചത് എന്തിയെ? ഇത് പറയുമ്പോൾ ദാഹമുള്ളവനാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നത്. വിശപ്പുള്ളവൻ തന്നെയാണ് ഈ ഭക്ഷണം വിളമ്പുന്നത്. ഈ ദാഹം തീർക്കണമെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ഞാൻ സ്വീകരിച്ചാലേ എൻ്റെ ദാഹവും ശമിക്കത്തുള്ളൂ. നല്ല ദാഹത്തോട് നിന്നാണ് ഈ ജീവജലം നിങ്ങളിലേക്ക് തരുന്നത്. നല്ല വിശപ്പോടു കൂടിയാണ് ഈ വചനം വന്ന ഈ അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വിശപ്പോടുകൂടി തന്നെയാണ്, ആ വചനത്തിൻ്റെ വിശപ്പോടുകൂടി. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ഇവിടേക്ക് വരുന്നുണ്ടേ, അവിടെ പറയാണ് നിന്നെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ടല്ലോ തൻ്റെ ദൂതന്മാരോട്. അത് ആ പരീക്ഷയുടെ ഭാഗം ഒന്ന് വായിക്കണമേ. ഒന്നാമത് പറയണ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ. അതിനുശേഷം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ ഭയം കിട്ടാതിരിക്കാൻ, പേടിക്കാതിരിക്കാൻ വായിക്കുന്ന 91 സങ്കീർത്തനത്തിൽ ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇതുവരെയായിട്ട് നമുക്കത് വെളിപ്പെട്ട് തന്നോ? ഹല്ലേലൂയ. എന്നാൽ പിശാചിന് അത്രയും വലിയ വചനത്തിൻ്റെ മർമ്മം അറിയാവുന്നവനാണ് നമ്മുടെ വിരോധി. അത് നമ്മൾ മനസ്സിലാക്കി അവനോട് എതിർത്തുന്നില്ല എങ്കിൽ നമ്മൾ ഡോക്ടർമാർക്കറിയാം, രോഗിക്ക് ഒരു മരുന്ന് കൊടുക്കുന്നതിന് അതിന് എന്തെല്ലാം സൈഡ് എഫക്റ്റുകളുണ്ട്, എന്തെല്ലാം രീതിയിലൊക്കെ അത് കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യം അതാണ് അവർ ഈ ഇത്രയും വർഷം ഇത് പഠിക്കുന്നത്. എന്നിട്ടും അവർക്ക് ചെറിയൊരു ഭാഗമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഞങ്ങൾ നോർത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ റിപ്പയർ ചെയ്യുന്നവരും അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ രസമാണ്. മരുന്ന് എഴുതി ഞാൻ കൊടുക്കും. എന്നോടൊപ്പം ഒരു മദൻ എന്ന് പേരുള്ള ഒരു സൈക്കിൾ റിപ്പയറിങ് നടത്തുന്ന പുള്ളിക്കാരൻ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രാമത്തിലേക്ക് വന്നെ ഒരു വയറ്റ് വേദന, ഉടനെ ഒരു പേപ്പർ എടുത്ത് മെഡിസിൻ അങ്ങ് എഴുതുക. നിങ്ങൾ നോർത്തിലൊക്കെ പറഞ്ഞ നല്ല രസമാണ്. മാർക്കറ്റിൽ നമ്മുടെ ഈ പാളയം മാർക്കറ്റ് പോലെ ചാലയം മാർക്കറ്റിൽ ചെന്നത് അവിടെ പല്ലെടുത്ത് കൊടുക്കും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പല പല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മോനക്കടയിൽ നിന്ന് ഇരുന്ന് കൊടുത്ത് അവർ പല്ല് എടുത്ത് അന്നേരം അവിടെ ഒരു കസേരക്കിരിപ്പുണ്ട്. ഇത് വളരെ ഒരു ദിവസം ഞങ്ങളുടെ മോളുമായിട്ട് വേണേ പറഞ്ഞു, ഒരു രക്തക്കളം എന്ന് വെച്ചാൽ പല്ലെടുത്താണ് അവിടെ എല്ലാം രക്തം കിടക്കുക. എന്നുപോലൊരു ട്രീറ്റ്മെൻറ്റ് ഈ നമ്മുടെ വിരോധിയുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നന്നായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാവുന്നവനാണ് നമ്മുടെ വിരോധി. അവൻ നമ്മുടെ ഉള്ളിലേക്ക് ആശയങ്ങൾ ഇടുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവെന്നോ എന്ന് നാം വിവേചിക്കാതിരുന്നാൽ നാം പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നിന്നെക്കുറിച്ച് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 91 സങ്കീർത്തനത്തിൽ കാണുന്ന ആ എലോഹീമും എൽഷദായിയും ആ എലിയോൻ, ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലുള്ള ദൈവത്തിൻ്റെ പേരുകളാണ്. അത്ര വലിയ ദൈവം മനുഷ്യനായി പിറക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ക്രൂശിൽ മരിച്ച് ആ നഷ്ടമായ വസ്ത്രം നമുക്ക് മടക്കി തന്ന് മരിച്ചുപോയ ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, പുതിയ നിയമ ആദത്തിൽ നാം ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇത്രയും മനസ്സിലാക്കിയാണോ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കും ആലയത്തിലേക്കും വരുന്നത്? നമ്മൾ യൂണിവേഴ്സ് ഉണ്ടാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഈ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ ചിന്തിക്കുക, എനിക്ക് തല കറങ്ങിപ്പോയിട്ടുണ്ട്. ഈ ബ്രഹ്മാണ്ടം
ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രഹ്മാണ്ടം ചിന്തിക്കുമ്പോൾ തല കറങ്ങും. ഞാനിപ്പോൾ പറയുന്നത് സൂര്യനെന്ന് പറയുന്ന ഒരു ചെറിയ നക്ഷത്രം, സൂര്യനേക്കാൾ കോടാനുകോടി വലിപ്പമുള്ള എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ ഇതിലുണ്ട്. ഈ സൂര്യൻ ഭൂമിയെക്കാട്ടിൽ എത്ര വലുതാണ്? എൻ്റെ അറിവ് ശരിയാണ്, എങ്ങാണ്ട് 10 ലക്ഷം എങ്ങാണ്ട് മടങ്ങ് വലുതാണ്. എന്നിട്ട് പോലും ഏറ്റവും ചെറുതാണ്. ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്ന, അതായത് ഈ യൂണിവേഴ്സിൽ കാണുന്ന ഓരോ സെക്കൻഡിലും ഓരോ നക്ഷത്രങ്ങളും വിസ്ഫോടനം ചെയ്തുകൊണ്ടിരിക്കുക, പൊട്ടിത്തെറിക്കുക. അതും ലക്ഷക്കണക്കിന് സൂര്യനെക്കാട്ടിൽ വലിയ നക്ഷത്രങ്ങളും ഗോളങ്ങളുമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചോണം. ഈ ശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മൾ ശനിദശ എന്ന് പറയുന്നത്, ശനിദോഷം, ഇവിടെ ഒരു പ്രകാശം അവിടുന്ന് കടന്നു വരണമെങ്കിൽ 400 പ്രകാശ വർഷം എടുക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ വിശ്വസിച്ചത്. ശനിദോഷം എന്ന് പറയുന്നത് ഒരു ദോഷം അവിടുന്ന് പ്രകാശവർഷം. നമുക്കറിയാം, ദേവദാസന്മാർക്കറിയാം ഒരു പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വർഷങ്ങളാണെന്ന്. അപ്പോൾ ഇത്ര വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ 80% ഇപ്പോഴും ഇരുട്ടാണ്. അപ്പോൾ എത്ര വലുതായി ഈ കാണുന്നത്? ചിന്തിച്ചു നോക്കിയേ. ഇത്ര വലിയ യൂണിവേഴ്സിൻ്റെ കോടാനുകോടി നക്ഷത്രങ്ങൾ, എണ്ണമില്ലാത്ത കാര്യം ഓരോ സെക്കൻഡിൽ ഇത് പൊട്ടിത്തെറിച്ച് കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെല്ലാം നിർമ്മിച്ചവൻ ആരെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും പറയുകയാണ്, എൻ്റെ യേശുവാണ്. യേശു ദൈവമാണ്. യേശു. ഇത് മാനുഷിക ബുദ്ധിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ പറയും അതൊരു വലിയ അത്ഭുതമാണ്. എത്ര പേർക്ക് എൻ്റെ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡരക്തങ്ങളല്ല നിങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നത്. കാരണം ജഡത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്കും ഇത് മുഴുവൻ സൃഷ്ടിച്ചത് എൻ്റെ യേശുവാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നോക്കണം, വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായ ഈ യേശു വന്നിട്ട് സ്വന്തം ശിഷ്യന്മാരുടെ പാദം കഴുകി തുടയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അവിടേക്ക് എത്തണമെങ്കിൽ ഇനി എത്രമാത്രം ഉപവസിക്കേണ്ടി വരും? ഞാൻ സ്വന്തം ഭവനത്തിൽ നിന്ന് എത്ര ദൂരെയാണ് നിൽക്കുന്നത്? നമ്മൾ ഭവനത്തിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടാണ് നമ്മളിന്ന് ഉപവാസം പ്രഖ്യാപിച്ചത്, അല്ലേ? ഭവനത്തിൽ നിന്ന് ദൂരെ ആയതുകൊണ്ടല്ലേ നമ്മൾ ഉപവാസം വെച്ചു, ഉപവസിക്കാൻ വേണ്ടി. വസിക്കുന്നത് ഒരല്പം. മണവാളൻ കൂടെ ഉണ്ടെങ്കിൽ തോഴന്മാരെ ഉപവസിക്കത്തില്ല. നമുക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായി ഉപവസിച്ച ദിവസം ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവദാസനെ എന്നോട് സുവിശേഷം. അദ്ദേഹം ഒരു PMGയിലെ ഒരു വിശ്വാസിയായിരുന്നു. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സൗദി അറേബ്യയിൽ വെച്ചാണ്, റിയാദിൽ വെച്ച്. അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവിൻ്റെ കൂടെ അദ്ദേഹം നടന്നാണ് വരുന്നത്. കാരണം വണ്ടിക്കൂലിക്ക് കാശില്ലാത്തതുകൊണ്ടും വളരെ എന്നെക്കാട്ടി ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു വേറൊരു സ്ഥലത്ത്. ഇദ്ദേഹം അവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു പ്രശ്നം. അദ്ദേഹം വരും. എനിക്ക് അവധിയാകുന്ന സമയം വരെ ഞങ്ങളുടെ റൂം അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവധിയാവുന്നതന്നെ സമയത്ത് ഞങ്ങളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരക്ഷരം പോലും ഉണ്ടായത് അദ്ദേഹം നടന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് പോകും. ഇദ്ദേഹം കുറേ ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ചർച്ചിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. നമുക്കറിയാം സാക്ഷ്യങ്ങൾ പറയുമല്ലോ, എനിക്ക് ഓരോ കാര്യങ്ങളും നന്മകളൊക്കെ കിട്ടി. അദ്ദേഹം പറഞ്ഞു കൊടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെയുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടലിൽ ഒരു നല്ല ജോലി ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം, എല്ലാവർക്കും വലിയ സന്തോഷമൊക്കെ ആയി. എന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഹോട്ടലും അദ്ദേഹത്തിൻ്റെ താമസ സൗകര്യവും കാണിക്കാൻ കൊണ്ടുപോയി. നോക്കേണ്ട വലിയ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ താമസ സൗകര്യം. എൻ്റെ വീട്ടിൽ വണ്ടിക്കൂലി ഇല്ലാതെ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ വീട് സംവിധാനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായിപ്പോയി. അസ്വസ്ഥതയ്ക്ക് എന്തോ മലയാളത്തിൽ പറയുന്നത് എനിക്കത് നിങ്ങൾക്കാർക്കും ഇല്ലാത്തതുകൊണ്ട് അറിയാം. അസൂയ എന്നൊക്കെ അത് പറയുന്ന പോലെ ഇരിക്കുക. രാത്രിയും പകലും ഒരുപോലെ അസ്വസ്ഥത. അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപവസിച്ച്, കർത്താവേ
എനിക്ക് രക്ഷകനെ സ്വീകരിക്കണം, കാരണം എനിക്ക് ഈ ഒരു കുഴപ്പമുണ്ട് കർത്താവേ. എന്തിനാ ഉപവസിക്കുന്നത്? വേഷത്തിൽ മനുഷ്യനായ കർത്താവ് ജഹാമോ ബൈറ്റേ വഹാ ഹമേ ബി ബിഠായെങ്കിൽ, അവൻ ഇരിക്കുന്നിടത്ത് എന്നെ നിങ്ങളെ ഇരുത്താമെന്ന് പറഞ്ഞാണ്. ആ കർത്താവിൻ്റെ ഗുണം നോക്കിക്കോണേ. ഇത് മുഴുവൻ നിർമ്മിച്ച് നമ്മുടെ കർത്താവാണെന്ന് വിശ്വസിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഞാൻ ഈ ദൈവത്തോട്, ദൈവമേ അങ്ങ് ജീവിക്കുന്ന ദൈവമാണോ അതോ ഇനി പിശാചുണ്ടോ വെറും ചിന്തയാണോ എന്നറിയാൻ ഒരുപാട് ദിവസം ചിലർ മരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബാംഗ്ലൂരിലുള്ളതായ NIL-ൻ്റെ ക്വാർട്ടേഴ്സ് നമ്പർ 12-ാം നമ്പർ വീടിൻ്റെ ബാൽക്കണിയിൽ ഏകദേശം 1 മണി വരെ ഞാൻ മരിച്ചു പോയൊരമ്മച്ചി മടങ്ങി വരുന്ന എനിക്കൊന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞൊരു ജീവിതം, ഞാൻ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹൈന്ദവ സഹോദരി, ഒരമ്മച്ചിയാണ്. അമ്മച്ചി ഈ ദിവസങ്ങളിൽ മരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഒരു ഉപകാരം ചെയ്യണം, അമ്മച്ചി മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്നതിൻ്റെ അന്ന് രാത്രി തന്നെ ഈ 12-ാം നമ്പർ റൂമിൻ്റെ ബാൽക്കണി ഞാൻ അമ്മച്ചിയെ കാത്തിരിക്കുക. കാരണം മരണശേഷം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു വലിയ കാര്യം. ഇല്ലെന്നൊരു നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിച്ചു പോകരുത്. ഇത് അവിടെയും ഇല്ല ഇവിടെ ഇല്ലെന്ന് ജീവിക്കുന്നത് എന്തിനാ? അമ്മച്ചി മടങ്ങി വന്നില്ല. ദൈവം ഉണ്ടോ എന്നറിയാൻ ഞാൻ ദൈവമക്കളെ, ഞാൻ തിരുവചനം ഞാൻ ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തോടെ പറയുക, ഞാൻ ഒരുപാട് മണിക്കൂറുകൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ നീ ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന്. ഞാൻ ഏറ്റവും അധികം കരഞ്ഞിട്ടുള്ള ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ. കാരണം ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു പുറമൂടിയായിട്ട് വിശ്വസിച്ച് പോയാൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. കാരണം ഈ വിശ്വാസം നമുക്ക് കർത്താവിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രെയർ ടൈമായി. അവർ ആ കറക്റ്റ് 8 മണിയാകുമ്പോൾ എല്ലാവരും വിളിക്കും കേട്ടോ. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു സാക്ഷ്യം ഇത്. ദൈവത്തിന് സ്തോത്രം. 8 ആയിട്ടുണ്ടല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒരു 5 മിനിറ്റ് ലേറ്റായി, കുറേ നേരം കൊണ്ട് വിളിക്കാറ്. അത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അതാണ് ഞങ്ങളുടെ ചർച്ച്. യുവാക്കളാണ് ഈ വിളിക്കുന്നത്. 8 മണി മുതൽ 9 മണി വരെ ഒരു സമയം, അത് ഞായറാഴ്ച ഉൾപ്പെടെ 365 ദിവസത്തിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചർച്ചിൻ്റെ വിശ്വാസികളുടെ പ്രാർത്ഥനാ ടൈമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കിവിടെ കർത്താവ് ദൈവം ഉണ്ടോ? എനിക്ക് അങ്ങനെ മനസ്സിലാക്കിത്താ. 98 ഡിസംബർ മാസം 24 ഡിസംബർ മാസം കർത്താവ് അവിടുത്തെ കൃപയുണ്ടായി. ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്കായി പോകും എന്നുള്ളൊരു ദൈവശബ്ദം കേട്ട് ജോലി ഉപേക്ഷിച്ച് ഞാൻ 99 കാര്യം പറഞ്ഞു. പകൽ ഏകദേശം 10 മണിക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ 461 പേജ് 2 ദിനവൃത്താന്ത് 29-ന്റെ 11-ാം വാക്യം വെളിപ്പാടായി കാണിച്ചു തന്ന് അവിടുത്തെ മഹത്വമേറിയ വേലയിലേക്ക് എന്നെ വിളിച്ചു ചേർക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇനി അടുത്ത ചോദ്യം, കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. കാരണം നമ്മൾ പറയുമല്ലോ, നമ്മൾ ഒരു പ്രത്യേക, അതിനൊരു പ്രത്യേക പേര് പറയും. നമ്മൾ ചില അന്യഭാഷയിൽ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവമക്കൾ മാത്രമല്ല. പുട്ടവർത്തിയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ അന്യഭാഷയിലുള്ള ആരാധനയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ അമ്മയുടെ അവിടെയും അന്യഭാഷയിലുള്ള ആരാധനയുണ്ട്. അപ്പോൾ ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയുന്നത്, അതുകൂടി ഇന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അതിനേക്കാൾ വിലപ്പെട്ട അനുഭവം ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, എനിക്കറിയാം. ഞാനൊരു ദിവസം വളരെ കൺഫ്യൂഷനായി. ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു അധ്യാപകൻ ഒരു ക്ലാസ് എടുത്തു. മോശയുടെ 10 കൽപ്പനകൾ അത് ദൈവിക കൽപ്പനയല്ല എന്നൊരു ചർച്ചയുണ്ട്. കാരണം ഹംറബി എന്നു പേരുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹവും അതിന് തത്തുല്യമായ കൽപ്പനകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോശയുടെ 10 കൽപ്പനയും അതുമായിട്ട് യോജിപ്പുള്ളതുകൊണ്ട് അദ്ദേഹം മോശയേക്കാൾ മുൻപേ ജീവിച്ചിരുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ മോശയ്ക്ക് ലഭിച്ചെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയല്ല എന്നും ഒരു ചിന്തയുണ്ടെന്ന് ഒരു പഠന വിഷയമായി. കാരണം എല്ലാം പഠിക്കണം. നമ്മൾ ഡോക്ടേഴ്സ് എന്തിനാണ് പഠിക്കുന്നത്, മെഡിസിൻ? കാരണം ഇതും കൂടെ ജയിച്ചെങ്കിലേ നമുക്കൊരാളെ നേരിടാൻ കഴിയും. അന്ന് രാത്രി എനിക്ക് വളരെ പ്രയാസമായി. ജോലി ഉപേക്ഷിച്ചതിൽ എനിക്ക് ദുഃഖമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമില്ലായിരുന്നു. സകലവും നഷ്ടമായ ദൈവത്തിന് സ്തോത്രം.
പക്ഷെങ്കിൽ ദൈവമുണ്ടോ, ദൈവത്തിൻ്റെ ഈ തിരുവചനം സത്യമാണോ എന്നൊരു ചോദ്യം എന്നെ വന്ന് ഇങ്ങനെ മുട്ടിയപ്പോൾ ഞാൻ തകർന്നുപോയി. സന്ധ്യാസമയം ആ വേദനയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ്, ഞാൻ എൻ്റെ പ്രാണപ്രിയൻ എന്നെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ചു. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഷേർലി ഭാര്യ വന്ന് നോക്കിയപ്പോൾ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നു. ഇത് ആത്മാവാണോ എന്നറിയണമല്ലോ. ദൈവമക്കളെ, അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും തെരുവിൽ നിന്ന് സംസാരിച്ചാൽ ജനം യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളേറെ താമസിക്കാതെ തന്നെ പുനലൂരുള്ള ഞങ്ങളുടെ ആ വീട്ടിൽ നിന്നും പത്തനാപുരത്തുള്ളൊരു വീട്ടിലേക്ക് വന്നു. 13 പേർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലസ്നാനം സ്വീകരിച്ച് അവരിൽ ഒരാൾ ഇന്ന് ഓടേൻ പാസ്സായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ കർത്താവിൻ്റെ അഭിഷേകം എന്തിനാ? അന്യഭാഷ പറയാൻ വേണ്ടിയാ മാത്രമാണോ? അന്യഭാഷയും പറയും. ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകാനുള്ളതാണ്. ശക്തി ലഭിച്ചിട്ട് ഒരു മുസ്ലിം സഹോദരനെ കാണുമ്പോൾ നമുക്ക് ട്രാക്റ്റ് കൊടുക്കാൻ ധൈര്യമില്ല എങ്കിൽ ഈ ശക്തി ഏത് ശക്തി എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ചോദിച്ചാണ്. ഞങ്ങളുടെ ആദിത്യനാഥ്ജി UP-യിലുണ്ടെന്ന് പറഞ്ഞ് UP എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് വരുന്നതെങ്കിൽ ഈ ശക്തി ഏത് ശക്തിയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് 4 ഭിത്തിക്കുള്ളിൽ അല്ല സാക്ഷിയാകുന്നത്, ഇതിന് പുറത്താണ് സാക്ഷിയാകുന്നത്. നമ്മൾ എന്തിനാണ് ആലയത്തിലേക്ക് വരുന്നത്? നമുക്കൊരു ആൻസർ ഉണ്ട്. എന്തിനാ വരുന്നത്? ആരാധിക്കാനാണ് വരുന്നത്. ഞാൻ ആരാധിക്കാനല്ല ആലയത്തിൽ പോകുന്നത്, ഞാൻ കൂട്ടായ്മ ആചരിക്കാൻ ആലയത്തിൽ പോകുന്നത്. എൻ്റെ ആരാധന ആരംഭിച്ചത് എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ സെക്കൻഡിലാണ്. അതിനായി നമ്മൾ ഈ ആരാധന എന്നുവരെ തുടരുമെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ മാറ്റപ്പെടുന്നവരെ ആയി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ എന്തുവാ? കുർബാൻ, ബലി അർപ്പിക്കുക. എന്താ സംഭവിച്ചത്? എല്ലാ ബലിവേദിയിലും യാഗമൃഗം കൊല്ലപ്പെടുമ്പോൾ ഈ ബലിവേദിയിൽ യാഗമൃഗം ജീവൻ, പുതുജീവൻ പ്രാപിക്കുക ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവെ നന്ദി പറയാം, കർത്താവെ നന്ദി പറയാം. യേശുപ്പച്ച നന്ദി. ഹല്ലേലൂയ. ആ നിക്കോദിമോസിനോട് പറയുകയാണ്. നിക്കോദിമോസിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, നിക്കോദിമോസെ, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നീ അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു എന്നതുപോലെയാകുന്നു ആത്മാവിനാൽ ജനിച്ചവൻ ഒക്കെയും. ഹല്ലേലൂയ. അതിനു മുമ്പ് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാ. ഇനി നമുക്ക് 2 വ്യക്തിത്വങ്ങളെയും കൂടെ പരിചയപ്പെടാം. സമയം പോയിട്ടുണ്ട്, ഉണ്ടോ? ഇനി നമ്മൾ 2 വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ പോവുകയാണ്. 2 വ്യക്തിത്വങ്ങളിൽ അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ഒരാളൊന്ന് വായിക്കണമേ. അതിനുശേഷം യഹൂദന്മാരുടെ ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഒരു വ്യാധി പിടിച്ചവനായിരുന്നു, ഏതു വ്യാധി പിടിച്ചിരുന്നവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു.
അവൻ കിടക്കുന്നത് യേശു കണ്ട്, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. നമ്മളിവിടെ കാണുന്നു 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്നതായ ഒരു മനുഷ്യൻ. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ മനുഷ്യനെ പോലെ നമ്മൾ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഈ മനുഷ്യനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ദൈവവചനത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ 38 വർഷമായിട്ട് ഇവിടെ കിടക്കുന്ന മനുഷ്യൻ യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപേ തൊട്ടേ അവിടെ ഉണ്ട്. ഇദ്ദേഹത്തോട് ഒരു ദൂതൻ വന്നെന്ന് പറയുമ്പോൾ ഒരു സ്വർഗദൂതനാകാം, അല്ല എങ്കിൽ അവിടെ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാകാം. എന്താണേലും ഇവാഞ്ചലിയോൻ തന്നെ എഴുതിയ ഒരു പക്ഷേ ദൂതനായിരിക്കാം, ഏഞ്ചൽസ് ആകാം. കലങ്ങുമ്പോൾ ഇന്ന് വരെ മാരക രോഗമുള്ള ഒരാൾ പോലും സൗഖ്യമായിട്ട്, വല്ല ചെറിയ സ്കിൻ ഡിസീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ഇന്ന് വരെ ഒരു 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 എന്താ പറയുന്നത്, അന്ധനായ വ്യക്തി അവിടെ, കാരണം പെട്ടെന്ന് എടുത്ത് ചാടാനൊക്കത്തില്ല. ഒരു മുടന്തൻ ഒരിക്കലും അത് ചെന്ന് ചാടാം, കാരണം അതിനു മുമ്പേ ആർക്കാണ് ഇറങ്ങി സൗഖ്യമാകാൻ പറ്റുന്നത്? ഇന്ന് വരെ ആ കുളത്തിൽ സൗഖ്യമായെന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചെറിയ പല്ലുവേദനക്കാരന് വേണേൽ എടുത്ത് ചാടാൻ പറ്റും. അത് മനസ്സിൻ്റെ തലത്തിലുണ്ടാകുന്ന ഒരു പല രോഗങ്ങളും ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ പല രോഗങ്ങളും മാനസികമാണ്. അങ്ങനൊരു വിടുതലും ഒരു പക്ഷേലാകാം, നമുക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇവനോട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ആൻസർ ഒരു കംപ്ലൈൻറ്റ് ബോക്സാണ്. അദ്ദേഹമൊക്കെയാണ്, പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ളവരാരും ശരിയല്ല. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാ, എന്നെ ഈ കുളം കലക്കുമ്പോൾ എടുത്ത് ആക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഞാൻ സൗഖ്യമാകാത്തത്. ആ വ്യക്തി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ആ വ്യക്തിയുമായിട്ട് ഇന്ന് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വിഷയത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു. കംപ്ലൈൻറ്റ് ബോക്സാണ്. രണ്ടാമതായിട്ട് തുടർന്നൊന്ന് വായിക്കണമേ, എനിക്കാരുമില്ല. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഇദ്ദേഹം യേശു കർത്താവിനെ കണ്ടത് യജമാനനായിട്ട് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിയും യൂദയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. യൂദ തൻ്റെ ജീവിതം മുഴുവൻ യേശുവിനെ വിളിച്ചത് ഗുരു ഗുരു എന്ന് മാത്രമാണ്, കർത്താവെന്ന് വിളിച്ചിട്ടില്ല. യൂദ തൻ്റെ ജീവിതകാലത്തിൻ്റെ നല്ലൊരു സമയം യേശുവിനോടൊപ്പം ചിലവഴിച്ചിട്ടും യൂദയ്ക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു 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 ഗുരുവായിട്ട് മാത്രം, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി വരെയും ബൈബിൾ വ്യാഖ്യാനിച്ച് അങ്ങ് എഴുതി, ജനം അത് കണ്ടിട്ട് അങ്ങ് ആത്മാവിലാകും. കഴിഞ്ഞ ദിവസം തുലാഭാരത്തിലും പോയി ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പച്ചൻ, നമുക്കറിയാവുന്ന ഒരു അപ്പച്ചൻ, അറിയാമല്ലോ, സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയ ആളല്ലേ. അത് അവസാനം വരെ കണ്ടെത്തി എന്തുവാ, യേശു നല്ലവനാ, പക്ഷെ ക്രിസ്ത്യാനികളെല്ലാം മോശക്കാരാ. ആ പരീക്ഷയിൽ പുള്ളിക്കാരൻ 100% പരാജയപ്പെട്ടു പോയി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. ഇദ്ദേഹത്തെ നോക്കി, ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ വിഷയം എൻ്റേതല്ല, നാട്ടുകാരുടേതാണ്. അതിനുശേഷം പറയുകയാണ്, നിന്റെ കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോകാം. അതിനുശേഷം ഒന്ന് ചിന്തിക്കണമേ. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു.
എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. ഞാനിത് കിടക്കെടുത്ത് നടക്കുന്ന ഈ ശബത്ത് ആചരിക്കാത്തതിൻ്റെ കാരണം എന്തുവാ? എന്നെ ഇന്നലെ സൗഖ്യമാക്കിയ പറ്റത്തില്ല. അതൊരു ആത്മാവാ ദൈവമക്കളെ. നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പറയാം. യേശു അപ്പച്ചൻ്റെ നാമത്തിൽ, എന്നെ വീണ്ടെടുത്ത എൻ്റെ രക്ഷകൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റിനെ ഞാൻ ശാസിക്കും. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അതിന് ശേഷം നോക്കണം. തുടർന്ന് വരുമ്പോൾ ഒന്നുകൂടെ നോക്കണം. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കിയാൽ യേശു മടി യേശു കർത്താവ് ഏത് വ്യക്തിയെയും രണ്ടാമത് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യും കേട്ടോ. അതാണ് നമ്മൾ ഇനി തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ സൗഖ്യം പ്രാപിച്ചല്ലേ. എൻ്റെ അപ്പച്ചന് ഒരു രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പച്ചൻ വിശ്വാസത്തിലേക്ക് വന്നു. അത് കണ്ട് പപ്പ ചർച്ചിൽ പോകാൻ തുടങ്ങി. പപ്പ പോകുന്ന കണ്ടുകൊണ്ട് ഞങ്ങളും ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെ അന്ന് തൊട്ട് ഞങ്ങൾ പെന്തക്കോസിലാണ്. അപ്പം അവരോടുള്ളൊരു ദൂതായത്. പണ്ടൊരു ഡോക്ടർ, ഇത് ഞാൻ കഥയല്ല പറയുന്നത്, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഡോക്ടർ അടുത്തൊരു രോഗി, ഒരു വിശ്വാസി രോഗിയെ കൊണ്ടുവന്നു. ചെന്നെ ഡോക്ടർ ചോദിച്ചു, ബ്രദർ രക്ഷിക്കപ്പെട്ടാന്നോ? പുള്ളി ഒരൊറ്റ ചിരി. ഡോക്ടർ അങ്ങ് ഞെട്ടിപ്പോയി. പുള്ളിയുടെ മാനസികതല തെറ്റിയതാണ്. ഞങ്ങൾ പണ്ട് തൊട്ടേ പെന്തക്കോസിലാണ്. പുള്ളി രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ പെന്തക്കോസിൽ ചേരുകയെന്ന്. ദൈവമക്കളെ അല്ല. ദൈവം നമ്മളോടൊന്ന് സംസാരിക്കണം. അതിന് നിർബന്ധം പിടിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ തലമുറകളെയും അതിനുവേണ്ടി നിർബന്ധിക്കണം. പുള്ളി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസിൽ ചേരുക. പെന്തക്കോസിൽ ചേരാൻ എളുപ്പമല്ലേ? ആർക്കും മറഞ്ഞിരിക്കാവുന്ന ഒരു ഒളി സങ്കേതമാണിത്. അവിടെ ദൈവമക്കളും ഉണ്ട്. ഇവിടെ പറയുകയാണ്, നീ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടോ? അവൻ ചെന്നിട്ട് ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു ഡയലോഗ് ശ്രദ്ധിച്ചു. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ കർത്താവിൻ്റെ അഭിപ്രായം? എൻ്റെ പിതാവ് നല്ലവർക്കും ദുഷ്ടന്മാർക്കും വകഭേദമില്ലാതെ മഴ പെയ്യ്ക്കുന്ന പിതാവിൻ്റെ മകനാണ് ഞാൻ. ഓരോ സൗഖ്യവും നടന്നു കഴിയുമ്പോൾ കർത്താവ് ഒരു സ്വർഗീയ മന്ന അവിടെ വർഷിച്ചിടും. അത് ഭക്ഷിച്ച് വേണം നമ്മളുടെ ആത്മീയ ജീവിതം ബലപ്പെടുത്താൻ. കർത്താവ് അത് ചെയ്തു. അയ്യോ, ഇവനാന്നോടാ ഞാൻ ഹെൽപ്പ് ചെയ്ത്, ഇവൻ ആയിരുന്നോ? എൻ്റെ പിതാവിൻ്റെ സ്വഭാവം ഞാൻ കാണിക്കും. അവനോട് പറയാണ്, അധികം ഇവനെ ഇങ്ങനെയുള്ളവനാണെന്ന് കർത്താവ് മനസ്സിലാക്കിയില്ലേ കർത്താവ് സൗഖ്യമാക്കിയത്? ആ ഉപദേശത്തെ ആ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന് അധികം തിന്മയായത് ഭവിച്ചില്ലേ? യേശുവിൻ്റെ മേൽ 2 കുറ്റം ചുമത്തപ്പെട്ടു. 1, ശബത്ത് ലംഘിച്ചു. 2, ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. ആര് കാരണം? ഈ വ്യക്തി കാരണം. ഇന്ന് ആ വ്യക്തി എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ സ്വർഗത്തിലുണ്ടായിരിക്കും, നരകത്തിൽ. നമുക്ക് പിന്നത്തെ സംഭവം നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം, അധികം തിന്മയായത് അദ്ദേഹം ഭവിച്ചില്ലേ? എത്രയോ നല്ലതായിരുന്നു അദ്ദേഹം സൗഖ്യം പ്രാപിക്കാത്തവനായ കുളക്കരയിൽ കടന്നിരുന്നെങ്കിൽ.
ആ സൗഖ്യം പ്രാപിക്കാതെ ഈ വ്യക്തി കുളക്കരെ കിടക്കുന്നതല്ലായിരുന്നു ഇതിലും നല്ല കാര്യം. ഈ യേശുക്രിസ്തു നമ്മുടെ കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണങ്ങൾക്ക് ഇദ്ദേഹം ഇനി 9-ാം അധ്യായത്തിലേക്ക് വന്നേ. ഞാൻ 5 മിനിറ്റിനുള്ളിൽ കൺക്ലൂഡ് ചെയ്തോളാം. ഓക്കെ, 9-ാം അധ്യായത്തിൽ അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കർത്താവായ യേശു ക്രിസ്തു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ പറയുകയാണ് മറ്റേ വ്യക്തിക്ക് അധികം തിന്മയായത് ഭവിച്ചത് എന്തുകൊണ്ടായിരിക്കാം? പാപം ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പറയാണ് ഇവൻ ഇങ്ങനെ പിറക്കാൻ കാരണം എന്താണ്? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരും. അത് പിന്നീട് നമുക്ക് ഒരാളെ കാണുന്നുണ്ടെ ഇവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇവന്റെ നമ്മളാണേലും ഇതിൻ്റെയൊക്കെ പിന്നിൽ അവൻ്റെ ചെയ്ത പ്രവർത്തിയുണ്ട്. പെട്ടെന്ന് കർത്താവ് പറയാണ് ഈ കാരണത്താൽ, ഇവൻ വിശുദ്ധനാണെന്നല്ല കർത്താവ് പറയുന്നത്, ഇതിൻ്റെ പിന്നിലെ കാരണം ഞാൻ ഇവനെ കാണണം, ഇവനിൽ ദൈവപ്രവൃത്തി ഉണ്ടാകണം. ഇനി കാണണം ദൈവപ്രവൃത്തി ഏതെല്ലാം മേഖലയിലാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് പഠിക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആ വ്യക്തിയെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്ക് കണ്ടോ? പകൽ ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ ഇനി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയാണ്, ഇതിൻ്റെ തുടർച്ച ആരാണ് ചെയ്യേണ്ടത്? നമ്മളാണ് ചെയ്യേണ്ടത്. ആ വചനം കിടക്കുന്നത് ഞാൻ ലൂക്കോസ് 4 ഇപ്പം എടുക്കണ്ട, അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല, 5 മിനിറ്റിൽ അവസാനിച്ചു കൊള്ളാം. പകൽ കിടക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. പകൽ ഉള്ളിടത്തോളം നാം എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. അതിനുശേഷം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആമേൻ. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മത്തായി സുവിശേഷത്തിൽ നമ്മളെ നോക്കി കർത്താവ് എന്തോ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇനി ഈ മനുഷ്യനിലുണ്ടായ വ്യത്യാസം എന്നിലൂടെ സംഭവിക്കുന്നില്ല എങ്കിൽ, ഇന്ന് പാടിയ പാട്ട് ഏതായിരുന്നു? കർത്താവ് വരണം എന്നുള്ള പരിപാടി. സ്വർഗനാട്ടിലൻ പ്രിയൻ ചേർത്തിടും. ഞാൻ ഈ പാട്ടുകളൊക്കെ ഒത്തിരി 20-22 വർഷം ബുദ്ധിയിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഞങ്ങളുടെ സഭയിൽ ഒരാൾ പോലും ഇല്ല മലയാളി. ഞങ്ങളുടെ വീട്ടിലും മലയാളം കുറച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയൻ ചേർത്തിടും. ഇനി വെളിച്ചത്തോട് ചോദിക്കും, പ്രകാശിച്ചോ എന്ന് ചോദിക്കും. നിത്യലജ്ജയ്ക്കായിരിക്കും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സീറ്റെന്നൂടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ഓർത്തിട്ട് തുടർന്ന് നമുക്ക് ഉപവസിക്കാം. അത് ദാനിയേൽ 10 എഴുതിയിട്ടുണ്ട് അല്ലേ? 10 തോന്നുന്നു. ചിലർ നിത്യരക്ഷ വേണ്ട, അത് ബാക്കിയല്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ചിലർ നിത്യലജ്ജയ്ക്കായും അന്ന് അവിടെ എത്തിച്ചേരും. ദൈവത്തിന് സ്തോത്രം. ഇവിടേക്ക് നോക്കിയേ. അതിനുശേഷം എന്താ പറയുന്നത്? ആ മനുഷ്യരിലെ വ്യത്യാസം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി. അതിനുശേഷം നോക്കണം, അതും ഒരു ശബത്ത് ദിനമായിരുന്നു. മുമ്പലത്തെ സംഭവം നടന്നതും ശബത്ത് ദിനത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് ശബത്ത് ദിനത്തിലാണ്. ഇനി ഈ മനുഷ്യൻ അതിനെ എങ്ങനെ നേരിടുന്നെന്ന് നോക്കണം. നീ ചെന്ന് ഷീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ഷീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനുമായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി
ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ആ മനുഷ്യന്റെ വ്യക്തിത്വം ചേഞ്ച് ആകുന്നുണ്ടോ? ദൈവത്തിന്റെ കാറ്റടിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വങ്ങൾ എങ്ങനെ 4-5 വിധത്തിലാണ്. ഇപ്പോൾ വ്യക്തിത്വം എത്തിയിരിക്കുന്ന മനുഷ്യൻ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിത്വം ചേഞ്ച് ആകുന്ന കണ്ടോണം. അതിനുശേഷം എന്ന മനുഷ്യൻ അവൻ തന്നെ അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം അവൻ എവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ അറിയുന്നില്ല. അന്ധനായ വ്യക്തി സൗഖ്യം പ്രാപിച്ചത് കുറെ ദൂരം പോയിട്ട് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറു തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായ്ക കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. അടുത്ത സ്റ്റേജ് നോക്കണം. മനുഷ്യൻ പ്രവാചകനായി മാറുന്നു. അതായത് ദൈവത്താൽ ജനിച്ചവൻ്റെ ഉള്ളിലെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആരും പ്രയാസപ്പെടരുത്. രക്ഷയുമുണ്ട്, വിശുദ്ധീകരണവുമുണ്ട്. നമ്മൾ ആ വിശുദ്ധീകരണ പ്രക്രിയ, അതിൻ്റെ ആ മീനിങ്ങിലേക്ക് വരുമ്പോഴാണ് ഞാനങ്ങ് പാപിയായി നരകത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഓരോ ദിവസവും ഈ വ്യക്തി കണ്ടോ, വളരുന്ന അവനൊരു പ്രവാചകൻ എന്നുള്ള തലത്തിലേക്ക് അദ്ദേഹം വളർന്നു. അതിനുശേഷം കുരുടന് കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവൻ്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവൻ്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിക്കുവീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുവീനെന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ച്, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ ഈ മനുഷ്യനിൽ വന്ന വ്യത്യാസം. മാതാപിതാക്കൾക്ക് പേടിയുണ്ട്, അവർ കണ്ടതാണ് ഈ സംഭവം എല്ലാം. പക്ഷെങ്കിൽ മനുഷ്യനെ ഭയപ്പെട്ടു. മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ സ്വർഗദൂതന്മാരുടെ മുന്നിൽ ഏറ്റുപറയും. അപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് ഒരാളോട് പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് തുണ നിൽക്കുന്ന ഒരാളുടെ സാമീപ്യത്തിലാണ് നമ്മളിത് പറയുന്നത്. മനസ്സിലാക്കിക്കണം. നമുക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ യേശുവിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞു,
നമ്മളുടെ ആ ഒരു 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 ആ ഒരു ഒറ്റപ്പെടൽ മാറ്റപ്പെടും. ഇനി തുടർന്നുള്ള കാരണം അതിനുശേഷം പറയാണ് അവർ അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഓൾറെഡി അവന്റെ ശിഷ്യനായി കഴിഞ്ഞു. മനുഷ്യൻ, പ്രവാചകൻ, ഗുരു. അപ്പോൾ ഈ മനുഷ്യൻ്റെ വളർച്ച ചില സെക്കൻഡ്, മിനിറ്റുകൾക്കുള്ളിൽ എവിടെ വരെ വളർന്നു ഈ മനുഷ്യൻ? നമ്മൾ എത്ര നാളായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട്? നമ്മുടെ വളർച്ച എവിടെ വരെ എത്തി? നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? അതിനുശേഷം അപ്പോൾ അവർ അവനെ ശകാരിച്ച്, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രാവിലെ വായിച്ചൊരു വാക്യമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എന്നുള്ളിടത്ത് അതുകൊണ്ടെന്നാണ് വായിക്കേണ്ടത്. ഹിന്ദിയിലാണ് ക്യോങ്കി പരമേശ്വരനെ. ഇംഗ്ലീഷാണെങ്കിൽ നമ്മൾ ഫോർ ഗോഡ് സോ. നമ്മൾക്ക് ആ മുഖ്യമായ വാക്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ, യോഹന്നാൻ 3:15 വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അതിന്റെ മുകളിലത്തെ 14 തൊട്ട് വായിച്ചേ. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇവിടെ ഇവർ പറയുന്ന, ഈ പരീശന്മാർ പറയുന്ന എന്തുവാ? നിങ്ങൾ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യനാണ്. മോശയുടെ ശിഷ്യനായിരിക്കേണ്ടവൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി. അവൻ ആ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ അവൻ കണ്ടപ്പോൾ അവൻ്റെ ആന്തരിക കണ്ണുകൾക്കാണ് കാഴ്ച ഏറ്റവും നന്നായി ലഭിച്ചത്. കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല സഹോദരങ്ങളെ, ആന്തരിക കണ്ണ് പ്രകാശിക്കണം. ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ണാടി ഇല്ലാതെ വായിക്കത്തില്ലായിരുന്നു. തനിയായിരുന്നു പ്രാർത്ഥിക്കും, എൻ്റെ യേശുപ്പച്ച നന്ദി, എൻ്റെ കണ്ണിനെ തൊട്ട് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ ദൈവം എന്നെ സഹായിച്ച് സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് എനിക്ക് ഏകദേശം 47 or 46 വയസ്സെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. കണ്ണില്ലെങ്കിലും അകത്തെ മനുഷ്യൻ കുരുടനാണ് എങ്കിൽ ദൈവമക്കളെ എത്ര കഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞേ. കർത്താവ് പറയുകയാണ്, മോശ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പത്തെ നോക്കിയപ്പോൾ ഉണ്ടായ കാഴ്ച പോലെ നമുക്കായി ഉയർന്നിരിക്കുന്ന ഒന്ന് സ്തോത്രം ചെയ്തേ. ആ യേശുവിനെ കണ്ടെത്തി ഞങ്ങൾ അവരവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഈ മരുഭൂമിയിൽ ഉയർത്തിയ യേശുവിനെ കണ്ട് നമ്മുടെ വലത്ത് കൈ ഒന്ന് ഉയർത്തി യേശു കർത്താവിനോട് പറയാം, യേശു അപ്പച്ചാ, ആ ബലമുള്ള കയ്യിലേക്ക് എൻ്റെ കരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ, എനിക്കുള്ള സകലവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങിലേക്ക് ഞാൻ നോക്കുന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ തുടർന്ന് പറയുന്ന പല ഡയലോഗുകൾക്ക് ശേഷം ഒരു വാക്ക് പറയുന്നുണ്ട്, പിന്നീട് അവനെ പുറത്താക്കി എന്നറിഞ്ഞ് ആലയത്തിൽ വെച്ച് കണ്ടപ്പോൾ. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഏത് സൗഖ്യം കഴിയുമ്പോഴും കർത്താവിന് മുഖ്യമായൊരു സന്ദേശം ആ വ്യക്തിയോട് കൊടുക്കാനുണ്ട്. ഒരുവനോട് പറഞ്ഞ്, നീ എനിക്ക് അധികം സംഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത്. ഇവിടെ പറയുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. എന്ത് പറഞ്ഞ? അതിൻ്റെ ഉത്തരം എന്തോ പറഞ്ഞത്? അതിനവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കാം. അതിനുശേഷം എന്താ പറയുന്നത്? യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ. നമുക്ക് ഒരുമിച്ചൊന്ന് സമർപ്പിക്കാൻ ദൈവമക്കളെ. നമ്മളിന്ന് ഉപവാസത്തിലായിരുന്നല്ലോ, നമ്മളോട് കർത്താവ് സംസാരിച്ചല്ലോ.
കർത്താവിൻ്റെ വചനം പറയുവാൻ എന്നെയും കർത്താവ് യോഗ്യനാക്കി കൃപ ചെയ്തതിനാൽ നന്ദി പറയുന്ന അപ്പച്ച, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഹല്ലേലൂയ, നീ എന്നെ സൗഖ്യമാക്കിയതിന് നന്ദി. നീ എനിക്ക് കാഴ്ച തന്നതിന് നന്ദി. അങ്ങേ കാണാൻ എനിക്ക് കാഴ്ച തന്നല്ലോ കർത്താവേ. ആ മോശയിലേക്ക് നോക്കുകയല്ല, സാക്ഷാൽ അങ്ങയിലേക്ക് നോക്കി മരുഭൂമിയിൽ മോശ ഉയർത്തിയ പോലെ ഞങ്ങൾക്കായി ഉയർത്തിയ ഞങ്ങളുടെ കർത്താവിനെ കാണുവാൻ ഞങ്ങൾക്ക് തന്ന കാഴ്ചയ്ക്ക് നന്ദി പറയുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കണ്ണ് തുറന്നതിന് നന്ദി. ഈ കാഴ്ച വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിപ്പാനിടയാക്കാൻ ദൈവം ഇടയാക്കണമേ. കർത്താവെ, പല ചോദ്യങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അങ്ങയിലേക്ക് ഞങ്ങൾ നോക്കും. ഉത്തരം അങ്ങ് ഞങ്ങൾക്ക് തരും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അവസരം ദൈവദാസൻ നന്ദി പറയുന്നു. ദൈവം